പ്രാണനിൽ ഭാഗം 3. വ്യാസാണേൽ ഒന്നനങ്ങാൻ പോലും ആവാതെ തരിച്ചു നിൽക്കുകയാണ്. അവൻ്റെ മിഴികൾ ഒരു വേള മോളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന പാറുവിലേക്ക് നീങ്ങി. ആ ഒരു നിമിഷം, അവളെ കണ്ട ആ നിമിഷം തൻ്റെ ശ്വാസം വിലങ്ങിയ പോലെ അവന് തോന്നിപ്പോയി. കൺമുന്നിൽ കാണുന്ന കാഴ്ചയിൽ അവൻ്റെ മിഴികൾ അത്ഭുതം കൊണ്ട് വിടർന്നു. കണ്ണിമ വെട്ടാതെ അവൻ പാറുവിനെ തന്നെ നോക്കി നിന്നുപോയി. ഇതേ സമയം പാറുവിനെ കണ്ട ജയന്തിയുടെയും സുധാകരൻ്റെയും അവസ്ഥയും മറിച്ചായിരുന്നില്ല. രണ്ടുപേരും അത്ഭുതത്തോടെയായിരുന്നു അവളെ നോക്കിയത്. എന്നാൽ കുഞ്ഞിപ്പെണ്ണ് ഒന്നും ശ്രദ്ധിക്കാതെ കണ്ണും വിടർത്തിക്കൊണ്ട് പാറുവിനെ അടിമുടി നോക്കി നിൽപ്പാണ്. എന്നെ എക്ക അമ്മേ, പാറുവിൻ്റെ സാരിയിൽ പിടിച്ചുലച്ചുകൊണ്ട് മോൾ പറയുന്നത് കേട്ടപ്പോൾ ഏതോ ലോകത്തെന്ന പോലെ അവൾ കുഞ്ഞിനെ വാരിയെടുത്തു. ആയിഷ്, മീനുതീൻ്റെ അമ്മല്ലേ, എനിക്ക് ഒത്തിരി ഇഷ്ടായി. തന്നെ എടുത്തു നിൽക്കുന്ന പാറുവിൻ്റെ വെളുത്തു തുടുത്ത കവിളിൽ തൻ്റെ കുഞ്ഞു അധരങ്ങൾ ചുംബനം നൽകിക്കൊണ്ടായിരുന്നു മീനൂട്ടി പറഞ്ഞത്. എന്നാൽ അപ്പോഴും മോളിൽ നിന്നും അമ്മ എന്ന് കേട്ടതിൻ്റെ ഞെട്ടലിലായിരുന്നു പാറു. അപ്പോഴേക്കും ഞെട്ടലൊക്കെ മാറിയപ്പോൾ ജയന്തി ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് ചെന്ന് പാറുവിൻ്റെ കയ്യിൽ പിടിച്ചു. ഒറ്റ നോട്ടത്തിൽ തന്നെ അവളെ അവർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. വാ മോളെ. പാറുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ അതും പറഞ്ഞുകൊണ്ട് സോഫയിൽ അവർക്കടുത്തായി ഇരുത്തി. അത് കണ്ട മാധവൻ മനസ്സ് നിറഞ്ഞു പുഞ്ചിരിച്ചു. അപ്പോഴാണ് പുറത്ത് തന്നെ നിന്ന് പാറുവിനെ നോക്കി നിൽക്കുന്ന വ്യാസിനെ മാധവൻ കണ്ടത്. ആഹാ, മോനെന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വരൂ, കയറിയിരിക്കൂ. വരാന്തയിൽ പാറുവിലേക്കും മീനൂട്ടിയിലേക്കും മാത്രം മിഴികൾ പായിച്ചു നിൽക്കുന്ന വ്യാസിനെ നോക്കിക്കൊണ്ട് മാധവൻ ചിരിയോടെ പറഞ്ഞു. അപ്പോഴാണ് അവൻ സ്വബോധത്തിലേക്ക് വന്നത്. ചുറ്റും നോക്കിയപ്പോൾ കണ്ടു തന്നെ നോക്കി നിൽക്കുന്നവരെ. അപ്പോൾ അവരെ എല്ലാവരെയും ഒന്ന് നോക്കി ചിരിച്ചെന്ന് വരുത്തി അകത്തേക്ക് കയറി സുധാകരൻ്റെ കൂടെ ചെന്നിരുന്നു. ഈ സമയം ഒന്നും മനസ്സിലാവാതെ മീനൂട്ടിയെ ചേർത്ത് പിടിച്ചു ജയന്തിക്കരികിൽ ഇരിക്കുകയായിരുന്നു പാറു. സൂര്യ ആണേൽ ശോഭയ്ക്ക് പിറകിൽ നിന്നുകൊണ്ട് വ്യാസിനെ നോക്കി മതിമറന്നു നിൽപ്പാണ്. മോളെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതല്ലേ മകൾ? പാറുവിൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ട് വാത്സല്യത്തോടെ സുധാകരൻ ചോദിച്ചു. അതെ, ഇതാണ് എൻ്റെ മകൾ ശ്രീപാർവതി. അവളുടെ അമ്മ ലക്ഷ്മി അവൾക്ക് ചെറുപ്പമായപ്പോൾ മരിച്ചു പോയതാണ്. അങ്ങനെയാണ് ഞാൻ ഇവളെ കെട്ടിയത്. ഇത് ശോഭ. അവളുടെ ഭർത്താവ് ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടപ്പോൾ ആലോചനയുമായി വന്നപ്പോൾ പിന്നെ പാറുവിനെ ഒറ്റയ്ക്ക് വളർത്താനും ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ ഞാനങ്ങ് സമ്മതിച്ചു. ആ വകയിലുള്ള മോളാണിത്, സൂര്യ. അവളിപ്പോൾ ബാംഗ്ലൂരിൽ ഫാഷൻ ഡിസൈനിങ് ആണ്. പാറുമോളാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് വേറെ ജോലിക്കോ തുടർന്ന് പഠിക്കാനോ ഒന്നും പോയില്ല. വേറെ എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പേ മാധവൻ എല്ലാ കാര്യവും വെട്ടിത്തുറന്നുകൊണ്ട് അവരോട് പറഞ്ഞിരുന്നു. അയാളുടെ വാക്കുകൾ സുധാകരനിലും ജയന്തിയിലും സംതൃപ്തിയാണ് ഉണ്ടാക്കിയതെങ്കിൽ ശോഭയ്ക്കും സൂര്യയ്ക്കും ദേഷ്യമാണ് തോന്നിയത്. ഇയാളോടിപ്പോൾ ആരെങ്കിലും അതിനെപ്പറ്റി ചോദിച്ചോ എല്ലാം പറഞ്ഞു വിളമ്പാൻ? ശോഭ അടുത്തു നിൽക്കുന്ന സൂര്യയോട് ദേഷ്യത്തിൽ പതിയെ പറഞ്ഞു. അമ്മ ഒന്നും മിണ്ടാതെ ഇരിക്കെ, വെറുതെ ഓരോന്നും പറഞ്ഞ് മാധവച്ചയെ ദേഷ്യം പിടിപ്പിക്കേണ്ട. പതിവിന് വിപരീതമായി മാധവനെ പിന്താങ്ങിക്കൊണ്ടുള്ള സൂര്യയുടെ വാക്കുകൾ കേട്ടപ്പോൾ ശോഭ വീർത്ത് കെട്ടിയ മുഖത്തോടെ അവളെ നോക്കി. ശേഷം മുഖത്തൊരു ചിരി വരുത്തി ജയന്തിയെ നോക്കി. അല്ല, നിങ്ങൾക്ക് ഒറ്റ മകനാണോ? ശോഭയുടെ ചോദ്യം കേട്ടപ്പോൾ ജയന്തി ഒന്ന് പുഞ്ചിരിച്ചു. ആ, ഞങ്ങൾക്ക് ഇവൻ മാത്രമേ ഉള്ളൂ. പേര് വ്യാസ്ദേവ്. VD കമ്പനിയുടെ മാനേജറാണിവൻ. ഇതിവൻ്റെ കുഞ്ഞ് മീനാക്ഷി വ്യാസ്ദേവ്. ഇവൻ്റെ ആദ്യ ഭാര്യ പ്രിയ മോളെ പ്രസവിച്ച് കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ ബ്ലീഡിംഗ് കാരണം മരണപ്പെട്ടതാണ്. ഇടർച്ചയോടെ ജയന്തി പറഞ്ഞു നിർത്തിയപ്പോൾ എന്തോ ഓർത്ത പോലെ വ്യാസ് കണ്ണുകൾ ഇറുക്കി അടച്ചു. പാറു ആണേൽ കേട്ടതിൻ്റെ ഷോക്കിൽ തൻ്റെ മടിയിലിരിക്കുന്ന മീനൂട്ടിയെ ഒന്നുകൂടെ അവളുടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. പാവം കുഞ്ഞ്. ഞാനും ഇവളുമൊക്കെ ഏകദേശം ഒരുപോലെ ആണല്ലോ ഈശ്വര. രണ്ടുപേർക്കും അമ്മയുടെ വാത്സല്യം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ എന്ത് വന്നാലും ഈ ഒരു ജീവിതമാണ് തനിക്ക് വിധിച്ചതെങ്കിൽ തീർച്ചയായും പൂർണ്ണ സമ്മതത്തോടെ ഞാൻ മീനൂട്ടിയെ പൊന്നുപോലെ നോക്കും. പാറുവിൻ്റെ മുടിയിൽ പിടിച്ചു കളിക്കുന്ന മോളെ നോക്കിക്കൊണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു. ഇതേ സമയം അതൊക്കെയും സുധാകരൻ്റെ അരികിലിരുന്ന് ഇടം കണ്ണാതെ വ്യാസ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാണുമ്പോൾ പാവം പോലെ തോന്നുന്നുണ്ട്. പിന്നെ മോൾക്കും കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. എന്തോ മോളെ ഇവൾ നല്ലതുപോലെ നോക്കുമെന്ന് തോന്നുന്നു. എന്തോ ചോദിച്ച് ചിരിച്ചുകൊണ്ട് മീനുമോളുടെ ഉണ്ടക്കവിളിൽ ചുംബിക്കുന്ന പാറുവിനെ നോക്കി അവൻ മനസ്സിൽ പറഞ്ഞു. മോനെന്താ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത്? പെടുന്നനെ മാധവൻ ചോദിച്ചപ്പോഴാണ് വ്യാസ് അവരിൽ നിന്നും നോട്ടം മാറ്റിയത്. ഏയ്, ഒന്നുമില്ല അച്ഛാ, നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുവല്ലേ, അപ്പോൾ പിന്നെ ഇടയിൽ പറയണ്ട എന്ന് കരുതി. സൗമ്യമായ രീതിയിലുള്ള അവൻ്റെ സംസാരം കേട്ടപ്പോൾ മാധവൻ ഒന്ന് പുഞ്ചിരിച്ചു. സംസാരിക്കേണ്ടതൊക്കെ ഞങ്ങൾ സംസാരിച്ചോളാം.
ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും പോയി ഒന്ന് പരിചയപ്പെട്ടു വരൂ. പാർമോളെ, മോനെയും കൂട്ടി ചെല്ലൂ. മാധവൻ അത് പറഞ്ഞപ്പോൾ മീനുമോളുമായി കളിച്ചുകൊണ്ടിരിക്കുന്ന പാറു ഒന്ന് ഞെട്ടിക്കൊണ്ട് വ്യാസിനെ നോക്കി. അപ്പോൾ അവൻ്റെ നോട്ടവും അവളിലാണെന്ന് കണ്ടപ്പോൾ അവൾ പതിയെ മോളുമായി എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. അവൾക്ക് പിറകെ എല്ലാവരോടും ചിരിച്ചുകൊണ്ട് വ്യാസും ചെന്നു. എന്നാൽ വാതിൽപ്പടി കടന്നു പാറുവിന് പിറകെ നടക്കുമ്പോഴാണ് വ്യാസ് സൂര്യയുടെ വല്ലാത്തൊരു വശ്യതയോടെയുള്ള നോട്ടം കാണുന്നത്. അത് കണ്ടപ്പോൾ അവൻ പിന്നെ അവളെ ശ്രദ്ധിക്കാതെ വേഗം മുകളിലേക്ക് നടന്നു നീങ്ങി. എന്തോ സൂര്യയുടെ ആ നോട്ടം വ്യാസിനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം മീനൂട്ടിയെയും കൊണ്ട് പാറു നേരെ ചെന്നത് ബാൽക്കണിയിലായിരുന്നു. അവിടെ എത്തിയപ്പോൾ അവിടെ നിറയെ പൂത്തു നിൽക്കുന്ന പൂവും പക്ഷിക്കൂടും ഒക്കെ കണ്ട മീനു സന്തോഷത്തോടെ പാറുവിൻ്റെ കയ്യിൽ നിന്നും ഇറങ്ങി അതിനടുത്തേക്ക് ഓടിക്കളിക്കാൻ തുടങ്ങി. ആ സമയം വ്യാസും അവിടെ എത്തിയിരുന്നു. അവനെ കണ്ടപ്പോൾ തന്നെ അവളുടെ ഹൃദയമിടിപ്പ് വല്ലാതെ ഉയരുന്നുണ്ടായിരുന്നു. അതേ അവസ്ഥയിലാണ് വ്യാസും. എങ്കിലും അവനത് സമർത്ഥമായി മറച്ചു വെച്ചു. ഹായ്, ഐ ആം വ്യാസ്ദേവ്. ഹായ്, ഐ ആം ശ്രീപാർവതി. അതും പറഞ്ഞ ശേഷം പിന്നെ രണ്ടു പേർക്കും എന്താ പറയേണ്ടത് എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നിൽക്കവെയാണ് വ്യാസിൻ്റെ മിഴികൾ പൂക്കൾക്കിടയിൽ ഒരു പൂമ്പാറ്റയെ പോലെ ചിരിച്ചു കളിച്ച് നടക്കുന്ന മീനൂട്ടിയിൽ എത്തിയത്. മോൾക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായല്ലോടോ. അല്ലേലും അവൾ അമ്മ എന്നല്ലാതെ പിന്നെ എന്താ തന്നെ വിളിക്കേണ്ടത്? ശരിക്കും പ്രിയയെ പോലെ തന്നെയാണ് താനും. പ്രിയ കുറച്ച് കറുത്തിട്ടാണ് എന്ന് മാത്രം. ചെറുചിരിയോടെ വ്യാസ് പറയുന്നത് കേട്ടപ്പോഴാണ് പാറുവിന് മീനിമോൾ തന്നെ അമ്മ എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലായത്. അപ്പോൾ പാറു അവനെ നോക്കി പുഞ്ചിരിച്ചു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് കേട്ടിട്ട് തനിക്ക് ആലോചിക്കാം ഈ കല്യാണത്തിന് സമ്മതമാണോ അല്ലയോ എന്ന്. നേരത്തെ അമ്മ പറഞ്ഞുവല്ലോ എൻ്റെ ഭാര്യ മരണപ്പെട്ട വിവരമൊക്കെ. അന്നു മുതൽ വേറൊരു കല്യാണത്തെപ്പറ്റി ഞാൻ ചിന്തിച്ചിരുന്നില്ല. പക്ഷേ മീനിമോൾ വളർന്നു വരികയല്ലേ, പോരാതെ പെൺകുട്ടിയും. അപ്പോൾ പിന്നെ ഞാനും കരുതി എൻ്റെ മോൾ ഒരമ്മയുടെ സ്നേഹം അനുഭവിച്ച് കഴിഞ്ഞോട്ടെ എന്ന്. അതുകൊണ്ടാണ് ഞാനിതിന് സമ്മതിച്ചത് തന്നെ. ഇതിലും ഡയറക്റ്റായി പറയുവാണെങ്കിൽ തനിക്ക് പിറകിൽ നിൽക്കുന്ന പാറുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കി വ്യാസ് അത് പറയാനായി വന്നപ്പോഴാണ് അവർ നിൽക്കുന്നതിൻ്റെ ഡോറിനരികിലായി ആരും കാണാതെ വന്നു നിൽക്കുന്ന സൂര്യയെ അവൻ കണ്ടത്. ഓ, ഇവളെ ഞാനിന്ന്. വ്യാസ് ആത്മ. സൂര്യയെ ഒന്ന് നോക്കിക്കൊണ്ട് വ്യാസ് പാറുവിനെ നോക്കിയപ്പോൾ അവൻ്റെ പെട്ടെന്നുള്ള മൗനത്തിൽ അവളും സംശയത്തോടെ അവനെ നോക്കി നിൽക്കുകയായിരുന്നു. അത് കണ്ട വ്യാസ് മീശ പിരിച്ചു ചുണ്ടിൽ കള്ളച്ചിരിയുമായി പാറുവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു ഇടുപ്പിൽ കൈകൊണ്ട് വരിഞ്ഞു അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഹേയ്! അവൻ്റെ പെട്ടെന്നുള്ള നീക്കത്തിൽ അവൾ പിടഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് കാര്യമാക്കാതെ അവൻ്റെ മുഖം അവളിലേക്ക് താഴ്ന്നു വന്നു. ഈശ്വര, ഇയാളിത് എന്ത് ചെയ്യാൻ പോവാ? എന്നെ രക്ഷിക്കു ഭഗവാനെ. പാറു ആത്മ. ഐ ആം സോറി ശ്രീ. പിറകിൽ തൻ്റെ സിസ്റ്റർ നിൽക്കുന്നുണ്ട്. അവൾ നമ്മൾ സംസാരിക്കുന്നത് അറിയണ്ട എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. റിയലി സോറി. വ്യാസ് അതും പറഞ്ഞുകൊണ്ട് കുറച്ചു നേരം അവളെ ചേർത്ത് പിടിച്ചു നിന്നു. അപ്പോഴാണ് അവർ ഇരുവരുടെയും ഹൃദയതാളം ഒരുപോലെ ആയത്. പക്ഷേ പാറു അവൻ്റെ ശ്രീ എന്നുള്ള വിളിയിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു. ഇന്നേ വരെ തന്നെ ആരും അങ്ങനെ വിളിച്ചിരുന്നില്ലല്ലോ എന്നവൾ ഓർത്തു. അപ്പോഴേക്കും വ്യാസ് അവളെ മാറ്റി നിർത്തിയിരുന്നു. അപ്പോൾ തന്നെ പാറു പിറകിലേക്ക് നോക്കിയപ്പോൾ കാണുന്നത് ചവിട്ടിത്തുള്ളി താഴേക്ക് പോകുന്ന സൂര്യയാണ്. തൻ്റെ സിസ്റ്റർ ആയതുകൊണ്ട് എന്താ കാര്യം? വല്ലാത്തൊരു നോട്ടവും കളിയുമാണ് ആ പെണ്ണിൻ്റെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അനിഷ്ടത്തോടെ വ്യാസ് പറയുന്നത് കേട്ടപ്പോൾ പാറു ഒരു മങ്ങിയ ചിരി നൽകി. പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ എനിക്ക് തന്നെ ഒരിക്കലും ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ കാണാനാവില്ല. എന്നെ താൻ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ഒരു ഫ്രണ്ടായി ഞാൻ എന്നും തൻ്റെ കൂടെ ഉണ്ടാകും. വ്യാസ് അത് പറഞ്ഞു നിർത്തിയപ്പോൾ തന്നെ സന്തോഷത്തോടെ സമ്മതം എന്നോണം തലയാട്ടിയ പാറുവിനെ അവൻ ഒന്ന് കൂർപ്പിച്ചു നോക്കി. നിന്റെ സന്തോഷം കാണുമ്പോൾ നിനക്കും ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്ന പോലെ ഉണ്ടല്ലോ. വ്യാസിൻ്റെ ചോദ്യത്തിന് പാറു എന്തോ പറയാനായി വന്നപ്പോഴാണ് താഴെ നിന്നും വിളി വന്നത്. അപ്പോൾ തന്നെ അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പൂക്കൾ പറിച്ചു കളിക്കുന്ന മോൾക്കരികിൽ ചെന്നു അവളെ എടുത്തുകൊണ്ട് പുറത്തേക്ക് താഴേക്ക് നടന്നു. അവൻ്റെ പിറകെ പാറുവും ചെന്നു. അങ്ങനെ താഴെ എത്തിയപ്പോൾ രണ്ടാളുടെയും ജാതകമൊക്കെ നോക്കി നല്ലൊരു മുഹൂർത്തം നോക്കി താലികെട്ട് നടത്താമെന്ന തീരുമാനത്തിൽ അവർ പോകാൻ ഇറങ്ങി. എന്നാൽ പോകാൻ നോക്കുമ്പോൾ മുറ്റത്തിറങ്ങിയ ജയന്തി പാറുവിൻ്റെ അരികിൽ ചെന്ന് അവരുടെ കയ്യിലെ ഒരു സ്വർണ്ണവള ഊരി അവളുടെ കയ്യിൽ ഇട്ട് കൊടുത്തു. അയ്യോ അമ്മ, ഇതൊന്നും. അത് സാരമില്ല മോളെ. ഇതെൻ്റെ മോൾക്ക് ഈ അമ്മയുടെ സമ്മാനമാണെന്ന് കരുതിയാൽ മതി. അതും പറഞ്ഞുകൊണ്ടവർ അവളുടെ നെറുകയിൽ ചുംബിച്ചപ്പോൾ
പാറുവിന് സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്നുണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ടായിരിക്കും അവൾ ഒരമ്മയുടെ വാത്സല്യം തിരിച്ചറിയുന്നത്. അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞുകൊണ്ട് സുധാകരനും ജയന്തിയും കാറിലേക്ക് കയറി. അപ്പോഴാണ് മീനുമോൾ ചുറ്റും ഒന്ന് ശ്രദ്ധിക്കുന്നത്. പാറു കാറിലേക്ക് കയറാത്തത് കണ്ട അവൾ വിതുമ്പുന്ന ചുണ്ടുകളോടെ വ്യാസിൻ്റെ മടിയിൽ നിന്നും ഇറങ്ങി വേഗത്തിൽ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി പാറുവിൻ്റെ അരികിൽ ചെന്നു. അമ്മേ, എന്താ അമ്മ നങ്ങതക്കൂതെ വരാത്തേ? ബാ അമ്മേ, പോതാലോ. അമ്മ വരാതെ മീനൂത്തി എവിടെയും പോതില്ല. കുഞ്ഞു കൈകളാൽ പാറുവിനെ ചുറ്റിപ്പിടിച്ചു കൊണ്ടായിരുന്നു കുഞ്ഞിപ്പെണ്ണ് അത് പറഞ്ഞത്. അപ്പോൾ എന്തു പറയണം എന്നറിയാതെ പാറു ദയനീയമായി എല്ലാവരെയും നോക്കി. എന്തുകൊണ്ടോ അവൾക്ക് മീനൂട്ടിയുടെ കൂടെ അവർക്കൊപ്പം പോകാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എന്താ അമ്മേ നോത്തുന്നേ? ബാ പോതാലോ. ഇത്തവണ അത് പറയുമ്പോൾ ആ കുരുന്നൊന്ന് വിതുമ്പിപ്പോയിരുന്നു. അത് കണ്ടപ്പോൾ പാറു വേഗം തന്നെ കുഞ്ഞിന് മോളെ വാരിയെടുത്ത് മോളുടെ മുഖം മുഴുവനും ചുംബിച്ചുകൊണ്ട് മോളെ തൻ്റെ നെഞ്ചോട് ചേർത്തു. ശേഷം മോളെയും കൊണ്ട് കാറിനരികിൽ ഡ്രൈവിംഗ് സീറ്റിനടുത്തേക്ക് നടന്നു. അമ്മയും കേര്. പതിയെ പാറു മോളെ വ്യാസിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ തന്നെ മോൾ പറഞ്ഞു, അമ്മയ്ക്കിവിടെ ഒരു കുഞ്ഞു പണിയുണ്ട്. അത് കഴിഞ്ഞാൽ അമ്മ മോളുടെ അടുത്ത് വരാട്ടോ. അതുകൊണ്ട് മോൾ ഇപ്പോൾ അച്ഛയുടെ കൂടെ പോകൂ. അമ്മ വേഗം തന്നെ വരാവേ. മോളെ കൊഞ്ചിച്ചുകൊണ്ട് പാറു പറയുന്നത് കേട്ടപ്പോൾ മീനൂട്ടി കണ്ണും വിടർത്തിക്കൊണ്ട് അവളെ നോക്കി. സത്യമായിട്ടും ബെതുവോ അമ്മേ? ആട കണ്ണ പോമിഷ്. എന്നിട്ടും മനസ്സില്ലാതെ മീനുമോൾ തൻ്റെ കുഞ്ഞിളം കൈ പാറുവിന് നേരെ നീട്ടിയപ്പോൾ ഒന്ന് കുനിഞ്ഞു കൊണ്ടവൾ ആ കൈയിലേക്ക് അമർത്തി ചുംബിച്ചു. പോമിഷ്. ഇപ്പോൾ മോൾ പോക്കോട്ടോ. ആ പോതാമത്തേ. വ്യാസിൻ്റെ താടിയിൽ ചുംബിച്ചുകൊണ്ട് മോൾ പറഞ്ഞപ്പോൾ അവനും അവരോടൊക്കെ യാത്ര പറഞ്ഞുകൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്തു. ആ കാർ ആ വീടിൻ്റെ പടി കടക്കും വരെയും മീനുമോൾ പുറത്തേക്ക് നോക്കി പാറുവിന് ടാറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു. ഒടുക്കം ആ കാർ കണ്ണിൽ നിന്നും മറിഞ്ഞപ്പോൾ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് പാറു വേഗം അവളുടെ മുറിയിലേക്ക് ഓടി. പാവം എൻ്റെ കുട്ടി, എന്തൊക്കെയോ വിഷമങ്ങൾ അതിനുണ്ട്. എന്നാലും ഒന്നും ആരോടും പറയാറില്ലല്ലോ. പാറുവിനെ നോക്കി മാധവൻ മനസ്സിൽ പറഞ്ഞു. ഈ സമയം തൻ്റെ മുറിയിലിരുന്ന് മീനുമോളെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന പാറുവിൻ്റെ അടുത്തേക്ക് സൂര്യ ചെന്നു. ഡി, നീ ആള് കൊള്ളാലോ. വലിയൊരു പണച്ചാക്കിനെയല്ലേ കിട്ടിയിരിക്കുന്നത്. പോരാത്തതിന് ആ കുട്ടിക്കും നിന്നെ നന്നായി പിടിച്ചല്ലോ. പിന്നെ എന്ത് വേണം? പുച്ഛത്തോടെ സൂര്യ പറഞ്ഞപ്പോൾ പാറു നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി. എന്തിനാ സൂര്യേച്ചി എപ്പോഴും എന്നോട് വഴക്കിന് വരുന്നത്? നിങ്ങൾക്ക് ഞാൻ ഒരു ഭാരമാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ. പാറുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ സൂര്യ അവളെ നോക്കി. ഭാരമാവാതിരിക്കാൻ എന്നല്ല, ഭാരം തന്നെയാണ് നീ ഞങ്ങൾക്ക്. ഒന്ന് പോയി തന്നാൽ അത്രയും ഉപകാരം. പിന്നെ സത്യം പറയാലോ, അയാളെ എനിക്കൊരുപാട് അങ്ങ് ഇഷ്ടമായി. ആ വ്യാസ്ദേവിനെ. എന്തോ ഓർത്ത് വല്ലാത്തൊരു ഭാവത്തിൽ പറയുന്നവളെ നെഞ്ചിടിപ്പോടെയായിരുന്നു പാറു നോക്കിയത്. സൂര്യേച്ചി, അത് നീ ഒന്നും ഇങ്ങോട്ട് പറയണ്ട. എന്തായാലും കുഞ്ഞിനെ നോക്കാൻ വേണ്ടി മാത്രമേ നീ ഉണ്ടാകുമെന്ന് എനിക്ക് നന്നായി അറിയാം. കാരണം നിൻ്റെ മനസ്സിലിപ്പോഴും ജിത്തു അല്ലേ? അപ്പോൾ പിന്നെ നിങ്ങളുടെ ഇടയിൽ ആ പാവം വ്യാസ് എന്ത് ചെയ്യണം? കുടിലതയോടെയുള്ള സൂര്യയുടെ വാക്കുകൾ കേട്ടപ്പോൾ പാറുവിന് അവൾ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് മനസ്സിലായില്ല. എങ്കിലും അവളെ പേടിച്ച് പാറു ഒന്നും തന്നെ ചോദിക്കാൻ നിന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, നീ ഈ കല്യാണത്തിന് സമ്മതമാണെന്ന് പറയരുത്. നിനക്ക് വേറെ ആരെങ്കിലും കിട്ടിക്കോളും. അപ്പോൾ ഞാൻ അയാളെ കെട്ടാമെന്ന് പറയാം. അപ്പോൾ പിന്നെ എനിക്ക് ഞാൻ ആഗ്രഹിച്ചൊരു ജീവിതവും കിട്ടും. പിന്നെ ആ കുട്ടി. സൂര്യ അത് പറഞ്ഞപ്പോൾ പാറുവിൻ്റെ നെഞ്ചിൽ എന്തോ ഒരു ഭാരം പോലെ തോന്നി. അപ്പോൾ അവളുടെ മനസ്സിൽ കുണുങ്ങി ചിരിച്ചുകൊണ്ട് നടക്കുന്ന മീനു മാത്രമായിരുന്നു. സൂര്യ അവളെ എന്തെങ്കിലും ചെയ്യുമോ എന്ന പേടി അവൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു. ആ കുട്ടി എനിക്കൊരു ശല്യമാവുകയാണെങ്കിൽ ആരും അറിയാതെ അതിനെ അങ്ങ് കൊന്നു കള. ഹേ. സൂര്യ അത് പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പേ പാറുവിൻ്റെ കൈകൾ ആദ്യമായി അവൾക്ക് നേരെ ഉയർന്നു താഴ്ന്നിരുന്നു. അവളുടെ അടിയിൽ സൂര്യ ഒരു നിമിഷം പകച്ചു നിന്ന് പോയി. കൈനീട്ടി കവിൾ തൊടാൻ പോലും അവൾക്കാവുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്ക് വേദന ഉണ്ടായിരുന്നു. പതിയെ അവളുടെ വേദന ദേഷ്യത്തിലേക്ക് വഴിമാറി. ഡീ, നീ എന്നെ തല്ലിയല്ലേ? പാറുവിൻ്റെ അരികിൽ ചീറിക്കൊണ്ട് സൂര്യ ചെന്നതും അവളുടെ മറു കവിളിലും കൂടി പാറുവിൻ്റെ കൈകൾ ശക്തിയിൽ പതിഞ്ഞു. ഇനിയൊരക്ഷരം മിണ്ടിപ്പോകരുത്. ചേച്ചിയാണല്ലോ എന്നോർത്താണ് ഇത്രയും സമയം ഞാൻ ഒന്നും മിണ്ടാതെയും ചെയ്യാതെയും ഇരുന്നത്. ഇനി അങ്ങനെ ആയിരിക്കില്ല. എൻ്റെ മീനുമോളെയോ അവളുടെ അച്ഛനെയോ ഈ ജന്മം നിനക്ക് കിട്ടാൻ പോകുന്നില്ല.
കാരണം അവർ എനിക്കുള്ളതാണ്, ഈ ശ്രീ പാർവതിക്കുള്ളത്. ഇത്രയും കാലം നിങ്ങളുടെ ആട്ടും തുപ്പും ഒക്കെ കേട്ട് പാവമായിരുന്നത് കൊണ്ടാണ് എനിക്ക് ഈ ഗതി വന്നത്. ഇനി അതുണ്ടാവില്ല. മേലാൽ എൻ്റെയോ അവരുടെയോ ജീവിതത്തിൽ കടന്നു വന്നാൽ കൊന്നു കളയും ഞാൻ. അതിയായ ദേഷ്യത്തിൽ പറഞ്ഞു നിർത്തുമ്പോൾ പാറുവിൻ്റെ മുഖം ചുവന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പാറുവിൻ്റെ ഭാവമാറ്റത്തിൽ സൂര്യ മാത്രമല്ല, ശബ്ദം കേട്ട് അവിടെ എത്തിയ ശോഭയും മാധവനും വരെ ഞെട്ടിത്തരിച്ച് നിന്നു പോയിരുന്നു. അപ്പോഴാണ് പാറുവും ഡോറിനരികിൽ നിൽക്കുന്ന അവരെ കണ്ടത്. അപ്പോഴും അവളുടെ ദേഷ്യത്തിൽ ഒരു മാറ്റവുമില്ലായിരുന്നു. അതേ ദേഷ്യത്തിൽ തന്നെ അവൾ സൂര്യയുടെ കയ്യിൽ പിടിച്ച് ശോഭയുടെ നേർക്ക് തള്ളി. അപ്പോൾ തന്നെ ശോഭ സൂര്യയെ വീയാതെ പിടിച്ചിരുന്നു. മകൾക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാത്തവരൊന്നും യഥാർത്ഥ അമ്മ അല്ല. നിങ്ങളോട് എനിക്ക് വെറുപ്പ് തോന്നുന്നു. ശോഭയെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് പാറു മാധവൻ്റെ കയ്യിൽ പിടിച്ചു അകത്തേക്ക് കയറ്റി അവരുടെ മുന്നിൽ വെച്ച് വാതിൽ വലിച്ചടച്ചു. ഇതേ സമയം അടഞ്ഞു കിടക്കുന്ന വാതിൽ നോക്കി അന്താളിപ്പോടെ നിൽക്കുകയായിരുന്നു ശോഭയും സൂര്യയും.